സോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു 32 ബിറ്റ് സെൻട്രൽ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, അതായത് CALU ഉണ്ട്. പിന്നെ ഒരു 32 ബിറ്റ് അക്യുമുലേറ്റർ ഉണ്ട്. Okay, then input output data scaling shifters for CALU, then 16 bit into 16 bit multiplier ഉണ്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ ഉണ്ട്. Then data address generation logic, which includes 8 auxiliary register and an auxiliary register arithmetic unit. അതിനെയാണ് നമ്മൾ ARAU എന്ന് പറയുന്നത്, auxiliary register arithmetic unit. പിന്നെ ഉള്ളത് പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ ലോജിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനകത്തുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു 32 ബിറ്റ് CALU എന്ന് പറയുന്നത് സെൻട്രൽ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്. ഓക്കെ, ദെൻ 32 ബിറ്റ് അക്യുമുലേറ്റർ ഉണ്ട്. അരിത്മാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻട്രൽ ALU ഉണ്ട്. ദെൻ ഒരു അക്യുമുലേറ്റർ ഉണ്ട്, ഈ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അക്യുമുലേറ്റർ ഉണ്ട്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡേറ്റ സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് ഫോർ ദി CALU ഉണ്ട്, ഡേറ്റാനെ സ്കെയിൽ ചെയ്യാനുള്ള അതിൻ്റെ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ദെൻ ഒരു 16 ബിറ്റ് ഇൻറ്റു 16 ബിറ്റ് മൾട്ടിപ്ലയർ ഉണ്ട്, ഒരു പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ ഉണ്ട്. പിന്നെ ഡേറ്റാസിൻ്റെ അഡ്രസ് ജനറേഷൻ ലോജിക്ക്, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ 8 ഓക്സിലറി രജിസ്റ്റേഴ്സ് ഉണ്ട്, AR0 to AR7 വരെയുള്ള 8 ഓക്സിലറി രജിസ്റ്ററും പിന്നെ ഈ ഓക്സിലറി രജിസ്റ്റർ അരിത്മാറ്റിക് യൂണിറ്റ്, ദാറ്റ് ഈസ് ARAU യൂണിറ്റും ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പ്രോഗ്രാം അഡ്രസ് ജനറേഷൻ ലോജിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് CALUവിനെ പറ്റിയിട്ടും അക്യുമുലേറ്ററിനെ പറ്റിയിട്ടും നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് CALU നോക്കാം. CALU എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ it performs 2's complements arithmetic using the 32 bit CALU. അപ്പോൾ ഇവിടെ എല്ലാം ബൈനറി ആയിട്ടല്ലേ വരുന്നത്, 0സും 1ഉം ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ അരിത്മാറ്റിക് ഓപ്പറേഷൻസ് എല്ലാം തന്നെ 2's complement ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ പെർഫോംസ് ബൂളിയൻ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. ഓക്കെ, മെയിൻലി എന്തൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്? 2's complement അരിത്മാറ്റിക്, ബൂളിയൻ ഓപ്പറേഷൻ. പിന്നെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 16 ബിറ്റ് വേർഡ്സ് ഫ്രം ഡേറ്റ മെമ്മറീനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ 32 ബിറ്റ് മൾട്ടിപ്ലയർ റിസൾട്ട് യൂസ് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ഈ സാധനം പെർഫോം ചെയ്യണമല്ലോ, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കണമല്ലോ. എന്തൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ ഡേറ്റ മെമ്മറിയിൽ നിന്ന് 16 ബിറ്റ് വേർഡ്സിനെയോ അല്ലെങ്കിൽ ഒരു 32 ബിറ്റ് മൾട്ടിപ്ലയർ റിസൾട്ടോ ഒക്കെയാണ് സാധാരണ ഇത് യൂസ് ചെയ്യുന്നത്, CALU യൂസ് ചെയ്യുന്നത്. സോ CALU എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇറ്റ് പെർഫോംസ് 2's complement arithmetic, ഇറ്റ് പെർഫോംസ് ബൂളിയൻ ഓപ്പറേഷൻ, CALU uses 16 bit words from data memory or 32 bit multiplier result. ഇത്രയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യും, അരിത്മാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കംസ് ദി അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ CALUവിൻ്റെ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോർസ് ദ ഔട്ട്പുട്ട് ഫ്രം CALU ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് സെക്കൻഡ് ഇൻപുട്ട് ടു ദി CALUവിന് ഒരു സെക്കൻഡ് ഇൻപുട്ട് കൊടുക്കുന്നത് ഏതായിരിക്കും? അക്യുമുലേറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ അക്യുമുലേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതൊരു 32 ബിറ്റ് വൈഡ് ആണ്. ഓക്കെ, 32 ബിറ്റ് വൈഡ് ആയിട്ടുള്ളൊരു രജിസ്റ്ററാണ് എന്ത്? നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. അതിൽ 0 to 15 ബിറ്റ്സിനെയാണ് നമ്മൾ ലോവർ ഓർഡർ വേർഡ് എന്നും 16 to 32വിനെ നമ്മൾ ഹയർ ഓർഡർ വേർഡ്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യും. എന്തിനാണ്? ഈ ഫോർ സ്റ്റോറിങ് ദി ഹയർ ആൻഡ് ലോവർ ഓർഡർ വേർഡ്സ് ടു ഡേറ്റ മെമ്മറി. ഓക്കെ, ഈ ഹയർ ഓർഡർ വേർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ലോവർ ഓർഡർ വേർഡ്സ് ആണെങ്കിലും അതിനകത്തൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ CALUന്ന് വരുന്ന ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ CALUവിന് ഒരു സെക്കൻഡ് ഇൻപുട്ടായിട്ടുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് 32 ബിറ്റ് വൈഡാണ്. അതിൽ ലോവർ സൈസും ഉണ്ട്,
ഹൈ ഓർഡർ വേർഡും ഉണ്ട്. ലോ ഓർഡർ വേർഡ് എന്ന് പറയുന്നത് 0 to 15 ബിറ്റ്സും 16 to 32 ബിറ്റ്സ് ആണ് ഹൈ ഓർഡർ വേർഡ്സ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ആർ പ്രൊവൈഡഡ് ഫോർ സ്റ്റോറിങ് ദി ഹൈ ആൻഡ് ലോവർ ഓർഡർ വേർഡ്സ് ടു ഡേറ്റ മെമ്മറി. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ദി അക്യുമുലേറ്റർ. നമ്മൾ COLUം പറഞ്ഞു, അക്യുമുലേറ്ററും പറഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ്. ഈ സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഇത് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്കെയിലിംഗ് ചെയ്യും, ബിറ്റ് എക്സ്ട്രാക്ഷൻ, എക്സ്റ്റെൻഡഡ് അരിത്തമാറ്റിക് ആൻഡ് ഓവർഫ്ലോ പ്രിവെൻഷൻ ഓപ്പറേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് തന്നെ നമ്മൾ 4ആയിട്ട് തിരിച്ച് ചെയ്യുന്നുണ്ട്. 3ആയിട്ട് തിരിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. 32 ബിറ്റ് ഷിഫ്റ്റേഴ്സ് ആണുള്ളത്. 3 എണ്ണം ഉണ്ട്. 3 32 ബിറ്റ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻപുട്ട് ഡേറ്റ സ്കെയിലിംഗ്, ഒന്ന് ഔട്ട്പുട്ട് ഡേറ്റ സ്കെയിലിംഗ്, പിന്നെ മൂന്നാമത്തേത് പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റിംഗ്. ഓക്കെ, അപ്പം സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് 3 എണ്ണം ഉള്ളത്. ഓരോന്നും 32 ബിറ്റാണ്. ഒന്ന് ഇൻപുട്ട് ഡേറ്റ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷിഫ്റ്റർ, ഔട്ട്പുട്ട് ഡേറ്റ സ്കെയിലിംഗ് ഓർ ഔട്ട്പുട്ട് ഷിഫ്റ്റർ, പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ ഓർ പ്രോഡക്റ്റ് ഷിഫ്റ്റർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് എന്തൊക്കെയാണ് ജനറലി ഇത് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്? സ്കെയിലിംഗ് ഓപ്പറേഷൻ, ബിറ്റ് എക്സ്ട്രാക്ഷൻ, എക്സ്റ്റെൻഡഡ് അരിത്തമാറ്റിക്, ഓവർഫ്ലോ പ്രിവെൻഷൻ ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളാണ് സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇൻപുട്ട് ഡേറ്റ സ്കെയിലിംഗ് നോക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഷിഫ്റ്റർ. ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് 16 ബിറ്റ് ഇൻപുട്ട് ഡേറ്റ ബൈ 0 to 16 ബിറ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇൻപുട്ട് ഡേറ്റേനെ ഷിഫ്റ്റ് ചെയ്യിക്കും. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും. എത്ര ഡേറ്റ? 0 to 16 ബിറ്റ്സ് വരെയുള്ള ഷിഫ്റ്റ് ചെയ്യിക്കും. ഓക്കെ, ഇൻപുട്ട് ഷിഫ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഡേറ്റേനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും. 0 to 16 ബിറ്റ്സ് വരെ അത് ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് ഡേറ്റ സ്കെയിലിംഗ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഷിഫ്റ്റർ എന്തായിരിക്കും? അതും അത് തന്നെയായിരിക്കും ചെയ്യുന്നത്, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും. എന്തിനെയാണ്? ഔട്ട്പുട്ട് ഫ്രം ദ അക്യുമുലേറ്റർ ബൈ 0 to 7 ബിറ്റ്സ്. മറ്റേത് 0 to 16 ബിറ്റ്സ് വരെ ഇൻപുട്ടിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കുകയായിരുന്നു ഇൻപുട്ട് ഷിഫ്റ്റർ. ഔട്ട്പുട്ട് ഷിഫ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും ബൈ 0 to 7 ബിറ്റ്സ് ബിഫോർ ദ ഔട്ട്പുട്ട് സ്റ്റോർഡ് ഇൻ ദി ഡേറ്റ മെമ്മറി. ഡേറ്റ മെമ്മറിയിൽ ആ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നതിന് മുന്നേ അതിനെ 0 to 7 ബിറ്റ്സ് വരെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കും ഈ ഔട്ട്പുട്ട് ഷിഫ്റ്റർ. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഷിഫ്റ്റർ. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഷിഫ്റ്ററിനെയാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് രജിസ്റ്റർ. ഇപ്പോൾ രണ്ട് വാല്യൂസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു. പ്രോഡക്റ്റ് കൊണ്ട് സേവ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് പ്രോഡക്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്, പ്രഗ് എന്ന് പറയും. അപ്പം ഈ പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ഔട്ട്പുട്ട് റിസീവ് ചെയ്യും. ഓക്കെ, ഇറ്റ് റിസീവ്സ് ദ ഔട്ട്പുട്ട് ഫ്രം ദ മൾട്ടിപ്ലയർ. എന്നിട്ട് ഈ പ്രഗിൻ്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഷിഫ്റ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ദി പ്രഗ് ബിഫോർ ദി ഔട്ട്പുട്ട് ഇസ് സെൻഡ് ടു CALU. CALUവിൽ നമ്മുടെ ഔട്ട്പുട്ടിനെ അയക്കണതിന് മുന്നേ, അതായത് 2 നമ്പേഴ്സ് ഉണ്ട്, 2 നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടുമല്ലോ, ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യിക്കും. ഓക്കെ, ബിഫോർ അതിനെ CALU സെൻട്രൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലേക്ക് അയക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രഗിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യിക്കുക. അതാണ് നമ്മളുടെ പ്രോഡക്റ്റ് സ്കെയിലിംഗ് ഷിഫ്റ്റർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഷിഫ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇതിൽ 4 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4 പ്രോഡക്റ്റ് ഷിഫ്റ്റിംഗ് മോഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നോ ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ബിറ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ബിറ്റ്, റൈറ്റ് ഷിഫ്റ്റ് ബൈ 6 ബിറ്റ്. അപ്പോൾ ഇത്രയും ഷിഫ്റ്റ് മോഡ്സ് ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ഷിഫ്റ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ബിറ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ബിറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ബൈ 6 ബിറ്റ്സ്. ഇത്രയും ഓപ്പറേഷൻസ് ആണുള്ളത്. ഇതിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കും, അക്യുമുലേറ്റ് ഓപ്പറേഷൻസ് നടക്കും, ഫ്രാക്ഷണൽ അരിത്തമാറ്റിക് ഓർ ജസ്റ്റിഫൈങ് ഫ്രാക്ഷണൽ പ്രോഡക്ട്സ്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഇതിൽ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് നമ്മുടെ സെൻട്രൽ CPUവിലുള്ളതെന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ ആണ്. മൾട്ടിപ്ലെയറിന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, 2 16 ബിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. ഒരു 16 into 16 ബിറ്റിൻ്റെ 2's കോംപ്ലിമെൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും വിത്ത് 32 ബിറ്റ് റിസൾട്ട്. ഓക്കെ, 16 into 16 ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? 2's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് ഒരു 32 ബിറ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് യൂസസ് ട്രഗ് ആൻഡ് പ്രഗ് രജിസ്റ്റേഴ്സ്. ട്രഗ് എന്ന് പറഞ്ഞാൽ
ടെമ്പററി രജിസ്റ്റർ, പ്രഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് രജിസ്റ്റർ. ഈ ടെമ്പററി രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റും പ്രഗ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 32 ബിറ്റ് രജിസ്റ്ററുമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത് ട്രഗിനെയും പ്രഗിനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ട്രഗ് ഉണ്ടല്ലോ, ടെമ്പററി രജിസ്റ്റർ ആണെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു വാല്യൂസിനെ സപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ പ്രഗ് ആണെങ്കിൽ ഇത് റിസീവ് ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് റിസീവ് ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലയർ എന്നുള്ള ഓപ്പറേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി അത് നമ്മുടെ പ്രഗ് രജിസ്റ്ററും ട്രഗ് രജിസ്റ്റേഴ്സ്, അതായത് പ്രഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് രജിസ്റ്ററും ടെമ്പററി രജിസ്റ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യും. പ്രഗ് എന്ന് പറയുന്നത് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു വാല്യൂവിനെ ഇത് സപ്ലൈ ചെയ്യും. പ്രഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് അത് റിസീവ് ചെയ്യും. ഓക്കെ, ട്രഗ് എന്ന് പറയുന്നത് 16 ബിറ്റും പ്രഗ് എന്ന് പറയുന്നത് 32 ബിറ്റും ആയിരിക്കും. ഓക്കെ, ഇനി യൂസിങ് ദ പ്രഗ് ആൻഡ് മൾട്ടിപ്ലയർ ഇറ്റ് പെർഫോംസ് എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺവല്യൂഷൻ ചെയ്യും, കോറിലേഷൻ ചെയ്യും, ഫിൽറ്ററിങ് ചെയ്യും. അതായത് നമ്മുടെ DSP പ്രോസസ്സർ യൂസിങ് ദിസ് പ്രഗ് ആൻഡ് മൾട്ടിപ്ലയർ ഇറ്റ് പെർഫോംസ് കൺവല്യൂഷൻ, കോറിലേഷൻ ആൻഡ് ഫിൽറ്ററിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് CPU-യിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്സിലറി രജിസ്റ്റേഴ്സ് ആൻഡ് ഓക്സിലറി രജിസ്റ്റർ അരിത്മാറ്റിക് യൂണിറ്റ്, ARAU. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റ് വിൽ ജനറേറ്റ് ഡേറ്റ മെമ്മറി. ഓക്കെ, ഇറ്റ് വിൽ ജനറേറ്റ് ഡേറ്റ മെമ്മറി അഡ്രസ്സസ് വെൻ ദ ഇൻസ്ട്രക്ഷൻ യൂസസ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ടു ആക്സസ് ഡേറ്റ മെമ്മറി. ഓക്കെ, ഇറ്റ് വിൽ ജനറേറ്റ് ഡേറ്റ മെമ്മറി അഡ്രസ്സ്, ഡേറ്റ മെമ്മറി അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യും. അത്രയും ഓർത്തിരുന്നാൽ മതി. അതായത് നമ്മളുടെ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള സംഭവമല്ലേ. അപ്പം ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്നത് ഓരോ അഡ്രസ്സിലായിരിക്കും, ഓരോ മെമ്മറി അഡ്രസ്സിലായിരിക്കും. അങ്ങനെയുള്ള ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡേറ്റ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യും എന്ത്? ഈ ഓക്സിലറി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ARAU അതായത് ഓക്സിലറി രജിസ്റ്റർ അരിത്മാറ്റിക് യൂണിറ്റ് സപ്പോർട്ട്സ് 8 ഓക്സിലറി രജിസ്റ്റേഴ്സ്. 8 ഓക്സിലറി രജിസ്റ്റേഴ്സ് ആണുള്ളത്, AR0 to AR7. ഈച്ച് ഇസ് ലോഡഡ് വിത്ത് 16 ബിറ്റ് വാല്യൂ ഫ്രം ഡേറ്റ മെമ്മറി. അപ്പം ARAU യൂണിറ്റിനകത്ത് 8 ഓക്സിലറി രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ഓക്സിലറി രജിസ്റ്ററും 16 ബിറ്റ് വാല്യൂ ആണ്. ഓക്കെ, ദെൻ ഓക്സിലറി രജിസ്റ്റർ വാല്യൂ സ്റ്റോർഡ് ഇൻ ഡേറ്റ മെമ്മറി. ഡേറ്റ മെമ്മറിയിൽ ഓക്സിലറി രജിസ്റ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ, the final one is the program control. Several hardware and software provides program control. Program control അതായത് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ആ പ്രോഗ്രാംസിനെ കൺട്രോൾ ചെയ്യാൻ സെവറൽ ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ബ്രാഞ്ചസ്, കോൾ, കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ്, റീസെറ്റ്, ഇൻട്രപ്റ്റ്സ്, പവർ ഡൗൺ മോഡ്, ഇങ്ങനെയുള്ള മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ. പിന്നെ വേറെ കുറച്ച് പ്രോഗ്രാം കൺട്രോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യും, മാനേജസ് ദ 4 ലെവൽ പൈപ്പ് ലൈൻ, ഡീകോഡ്സ് കണ്ടീഷണൽ ഓപ്പറേഷൻസ്, സ്റ്റോർസ് ദി സ്റ്റാറ്റസ് ഓഫ് ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞത്. സോ CPU ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെ കാര്യങ്ങളപ്പോൾ പറഞ്ഞത്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ CALU പറഞ്ഞു. അതിനകത്ത് നമ്മുടെ 2's കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത്. 16 ബിറ്റ് വേർഡ്സിനെ യൂസ് ചെയ്യുന്നു ഫ്രം ഡേറ്റ മെമ്മറി ഓർ 32 ബിറ്റ് മൾട്ടിപ്ലയർ റിസൾട്ടൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? CALUവിൻ്റെ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സെക്കൻഡ് ഇൻപുട്ട് ടു ദ CALU. ഇതിനകത്ത് എന്താണുള്ളത്? ടോട്ടൽ 32 ബിറ്റ് വൈഡാണ്. 0 to 15 ബിറ്റ് എന്ന് പറയുന്ന ലോവർ ഓർഡറും 16 to 32 ബിറ്റ് എന്ന് പറയുന്ന ഹയർ ഓർഡറുമാണ് അക്യുമുലേറ്റർ. ദെൻ നമ്മൾ സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണുള്ളത്. ഈച്ച് ഓഫ് 32 ബിറ്റ് സൈസ്. ഇൻപുട്ട് ഷിഫ്റ്റർ, ഔട്ട്പുട്ട് ഷിഫ്റ്റർ, പ്രോഡക്റ്റ് ഷിഫ്റ്റർ. ഇൻപുട്ട് ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡേറ്റേനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും 0 to 16 ബിറ്റ്. ഔട്ട്പുട്ട് ഡേറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഷിഫ്റ്റർ ഔട്ട്പുട്ടിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യും 0 to 7 ബിറ്റ്. ബിഫോർ ദാറ്റ് ഔട്ട്പുട്ട് സ്റ്റോർഡ് ഇൻ ഡേറ്റ മെമ്മറി. പ്രോഡക്റ്റ് ഷിഫ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രഗ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് രജിസ്റ്റർ. ഓക്കെ, നമ്മളുടെ പ്രോഡക്റ്റ് രജിസ്റ്ററിൽ
ഈ സംഭവം പ്രോഡക്റ്റ് എടുത്ത് ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഇറ്റ് റിസീവ്സ് ദി ഔട്ട്പുട്ട് ഓഫ് ദി മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ റിസീവ് ചെയ്യും, എന്നിട്ട് ആ ഔട്ട്പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യും ബിഫോർ ഇറ്റ് സെൻഡ് ടു ദി CALU, സെൻട്രൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ പ്രഗിൽ നിന്ന് വരുന്ന മൾട്ടിപ്ലയർ ഔട്ട്പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, പ്രഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത ഔട്ട്പുട്ട് പ്രഗിലുണ്ടായിരിക്കും. ഈ പ്രഗിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് ഷിഫ്റ്റർ എന്നുള്ളത്. ഇതിനകത്ത് മെയിൻലി 4 ഷിഫ്റ്റിംഗ് മോഡ്സാണ് ഉള്ളത്. നോ ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ബിറ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 4 ബിറ്റ്, റൈറ്റ് ഷിഫ്റ്റ് ബൈ 6 ബിറ്റ്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യും? മൾട്ടിപ്ലൈ ഓപ്പറേഷൻ ചെയ്യും, അക്യുമുലേറ്റ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും, ഫ്രാക്ഷണൽ അരിത്മാറ്റിക് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ദെൻ അബൌട്ട് ഈ മൾട്ടിപ്ലയർ എന്താണ്? ഇതിനകത്ത് മെയിൻലി ട്രഗും പ്രഗും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കൺവല്യൂഷൻ ചെയ്യാം, കോറിലേഷൻ ചെയ്യാം, ഫിൽട്ടറിങ് ചെയ്യാം. ട്രഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു വാല്യൂവിനെ പ്രൊവൈഡ് ചെയ്യും. പ്രഗ് ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് എടുത്തതിൻ്റെ ഔട്ട്പുട്ട് റിസീവ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് ഓക്സിലറി രജിസ്റ്റേഴ്സ് ആണ്. ഓക്സിലറി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ARAA യൂണിറ്റ് എന്ന് പറയുന്ന ഡേറ്റ മെമ്മറി അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ഇതിനകത്ത് 8 ഓക്സിലറി രജിസ്റ്റർ ഉണ്ട്, ഓരോന്നും 16 ബിറ്റാണ്. അതിൻ്റെ ഓക്സിലറി രജിസ്റ്റർ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡേറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. ദെൻ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറയുന്നത് സെവറൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് പ്രോഗ്രാം കൺട്രോൾ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, കോൾ ഇൻസ്ട്രക്ഷൻസ്, കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ, റീസെറ്റ്, ഇൻട്രപ്റ്റ്, പവർ ഡൗൺ മോഡ്സ്, ഇങ്ങനെയുള്ള മെക്കാനിസംസ് ഒക്കെ വെച്ചിട്ട് പ്രോഗ്രാം കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് എന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഡീകോഡ് ഇൻസ്ട്രക്ഷൻസ്, മാനേജ് ദി 4 ലെവൽ പൈപ്പ് ലൈൻ, ഡീകോഡ്സ് ദി കണ്ടീഷണൽ ഓപ്പറേഷൻസ്, സ്റ്റോർ സ്റ്റാറ്റസ് ഓഫ് ദി ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഓക്കെ.